സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 14-15 വാക്യം വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 6-ാം അധ്യായം 14-15 വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. Gospel of Matthew chapter 6 words 14 and 15 words we have read here. Hallelujah. വചനം വ്യക്തമായിട്ട് പറയുന്നത്, നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നമ്മളോട് ദൈവം ക്ഷമിക്കുകയില്ല. നമ്മൾ ഈ ഒരു പ്രസന്റ് ടൈമിൽ പലപ്പോഴും കർത്താവിനോട് ചോദിക്കും, കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് എനിക്ക് പല തടസ്സങ്ങൾ വരുന്നത് ചോദിച്ച് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നവരാണ്. എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇത്ര വിശുദ്ധ ജീവിതം നയിക്കുന്നെങ്കിലും ഞാൻ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇന്നും മറുപടി ലഭിക്കാത്ത പല വിഷയങ്ങൾ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇന്നും ഉണ്ടെന്ന് നമ്മൾ പലപ്പോഴും കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തു പ്രാർത്ഥന പഠിപ്പിക്കുന്ന സമയത്ത് ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കത്തില്ല. കർത്താവ് യേശുക്രിസ്തു അവിടെ പോസ് ഇട്ടിട്ട് അവിടെ വേണമെങ്കിൽ പല പ്രാർത്ഥനയുടെ ഇടയ്ക്ക് പല കാര്യങ്ങൾ പറയുന്നു. Our Father who art in heaven, hallowed be your name, your kingdom comes, your will be done on earth as it is in heaven. Give us this day our daily bread and forgive us our sins as we forgive other sins. അപ്പോൾ ഞങ്ങളുടെ പാവങ്ങളെ ക്ഷമിക്കണമേ, ഞങ്ങൾ മറ്റുള്ളവരുടെ പാവങ്ങളെ ഞങ്ങൾ എങ്ങനെ ക്ഷമിക്കുന്നു അതുപോലെ ഞങ്ങളുടെ പാവങ്ങളെ ക്ഷമിക്കണമേ എന്ന് കർത്താവ് യേശുക്രിസ്തു ആ ഒരു അവിടെ വന്നപ്പോൾ കർത്താവ് യേശുക്രിസ്തു പറയുന്ന പദമാണ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് nowadays നമ്മൾ അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും, നമ്മുടെ ഇന്റൻഷൻ ചിലപ്പോൾ നന്മയ്ക്കായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവരെ നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തതായിരിക്കും. പലപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്ന് പലപ്പോഴും അവരോട് സംസാരിക്കാതിരുന്ന് പലപ്പോഴും അവരോട് ഇടപെടാതിരുന്ന് പലപ്പോഴും അവരുടെ കോളുകൾ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ നമ്മൾ താല്പര്യം കാണിക്കാത്ത വ്യക്തികളാണ്. ഓർത്തോണം, നമ്മൾ ഇന്ന് എന്തു ചെയ്യുന്നു അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാളെ സംഭവിക്കുന്ന ചെയ്യും. ഏറ്റവും വേണ്ടിയത് കർത്താവ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, എത്ര തവണ ക്ഷമിക്കണമെന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നു, എത്ര മാത്രം ക്ഷമിക്കാൻ പറ്റുമോ അത്രമാത്രം ക്ഷമിക്കണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ക്ഷമിക്കേണ്ട പല വിഷയങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോൾ അതിനെ അൺഫോർഗറ്റ് ചെയ്യുമ്പോൾ അതിനെ എംബ്രേസ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. ഹല്ലേലൂയ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് മാത്രമല്ല നടക്കേണ്ടത്, ദൈവമക്കൾ പറഞ്ഞല്ല നടക്കേണ്ടത്. നമ്മളിൽ ഒരു ഗ്രഞ്ചസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളിൽ ഒരു ദേഷ്യം ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് മറ്റുള്ളവരോട് പക തോന്നുന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയില്ല, ശുശ്രൂഷകൾ വെളിപ്പെടുകയില്ല, ആരാധനകൾ വെളിപ്പെടുകയില്ല, അന്യഭാഷയിലുള്ള ആരാധനകൾ, സ്തുതികൾ, സ്തോത്രങ്ങൾ വെളിപ്പെടുകയില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന തന്റെ ജനത്തിൽ കൂടെ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നീ മറ്റുള്ളവരോട് ക്ഷമിക്കുക. ഹല്ലേലൂയ. ആര് നമ്മളോട് എന്തു ചെയ്തു നല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു അതാണ് നമ്മൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 21-14 വാക്യം ഒന്ന് വായിച്ചോട്ടെ. പുറപ്പാട് പുസ്തകം 21-14 വാക്യം ഒന്ന് വായിച്ചോട്ടെ. Exodus chapter 21 words from 14 ഒന്ന് വായിച്ചോട്ടെ. എന്നാൽ ഒരുത്തൻ കരുതിക്കുട്ടി കൂട്ടുകാരനെ ചതിച്ചു കൊന്നെങ്കിൽ അവൻ മരിക്കേണ്ടതിന് നീ അവനെ എന്റെ യാഗപീഠത്തിൽ നിന്നായാലും പിടിച്ചുകൊണ്ട് പോകണം. ഇത് പഴയ നിയമപ്രമാണം. ഹല്ലേലൂയ. ഒരാൾ തന്റെ കൂട്ടുകാരനെ കൊന്നെങ്കിൽ അവനെ പിടിച്ചോണ്ട് പോവാനാ പറയുന്നത്, അല്ലേ? അപ്പോൾ ഇതിന്റെ അർത്ഥം എന്തോന്ന് അറിയാമോ? ടിറ്റ് ഫോർ ടാറ്റ്. കണ്ണിന് പകരം കണ്ണ്, മൂക്കിന് പകരം മൂക്ക്. എന്ത് ചെയ്യുന്നു അതിന്റെ പകരം, അതിന്റെ സെയിം ആസ് ഇറ്റ് ഈസ്. സുവിശേഷം 5:38-39 വാക്യം കൊണ്ട് വായിച്ചാട്ടെ. കണ്ണിന്റെ പകരം കണ്ണും, കണ്ണിന്റെ പകരം കണ്ണും, പല്ലിന്റെ പകരം പല്ലും, പല്ലിന്റെ പകരം പല്ലും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ട്
ഞാനോ നിങ്ങളോട് പറയുന്നത് ആ ദുഷ്ടനോട് എതിർക്കരുത്. ഞാനോ ഇതുവരെ പറഞ്ഞത് മാറി കർത്താവ് യേശു ക്രിസ്തു തന്റെ പഠിപ്പിക്കുന്ന പഠിപ്പിൽ പറയുന്നു, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന പദം ഇതാ, നീ ദുഷ്ടനോട് എതിർക്കല്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ദുഷ്ടന്മാരോട് എതിർക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കുറിച്ച്, അതായത് നമ്മൾ റൈച്ചസ് പേഴ്സൺ ആണെങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കാവൂ. ഹല്ലേലൂയ. എന്നിരുന്നാലും നമ്മൾ റൈച്ചസ് പേഴ്സൺ ആരുമല്ല. നമ്മൾ റൈച്ചസ് പേഴ്സൺ ആരുമല്ല. നമ്മൾ റൈച്ചസ് ആണെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലിക്കബിൾ ആകത്തുള്ളൂ. എന്നിരുന്നാലും സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ മറന്ന്, അതിനെ ഫോർഗീവ് ചെയ്ത്, അതിനെ എംബ്രേസ് ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകല. ഹല്ലേലൂയ. അൺഫോർഗറ്റബിൾ ആയിട്ട് പല വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ അൺഫോർഗറ്റബിൾ ആയിട്ട് വിഷയം ഭവനത്തിന്റെ അകത്ത് ഫയർ ബാക്ക് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. 24 മണിക്കൂർ 365 ദിവസം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പറയുവാൻ പാടില്ല. അത് പറയുന്നെങ്കിൽ, അത് സംസാരിക്കപ്പെടുന്നെങ്കിൽ അതിനർത്ഥം നമ്മൾ അൺഫോർഗറ്റബിൾ, വി ഡിഡ് നോട്ട് ഫോർഗെറ്റ് ദോസ് തിങ്സ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മളിന്ന് ഫയർ ബാക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ, കർത്താവ് ഒന്ന് ക്ഷമിക്കാതിരുന്നാൽ നമ്മൾ ആരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കത്തില്ല. നമ്മൾ ആരും ഭൂമിയിൽ ഇവിടെ നിന്ന് ഞാൻ സംസാരിക്കുന്ന ഞാൻ പോലും ജീവിച്ചിരിക്കത്തില്ല. കാരണം നമ്മൾ ഓരോരുത്തരും പാപികളാണ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഇന്നത്തെ ഒരു പ്രസന്റ് ടൈം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നീ എന്നോട് എങ്ങനെ ചെയ്തോ അതുപോലെ ഞാൻ നിനക്ക് തിരിച്ചു ചെയ്യും. നീ എനിക്ക് പാര പണിഞ്ഞോണ്ടുണ്ടെങ്കിൽ ഞാൻ നിനക്ക് തിരിച്ച് പാര പണിയും. അത് ശുശ്രൂഷ ആയിക്കൊള്ളട്ടെ, ജോലി സ്ഥലങ്ങളായിക്കൊള്ളട്ടെ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ആത്മീയ കാര്യങ്ങളായിക്കൊള്ളട്ടെ, മുന്നിലുള്ളവൻ എങ്ങനെ എനിക്കിട്ട് പണിയുന്നോ അതുപോലെ ഞാൻ തിരിച്ച് പണിയും. ഹല്ലേലൂയ. ആമേൻ. പക്ഷെ കർത്താവ് പറയുന്നത് ദുഷ്ടനോട് ക്ഷമിക്കുവാനാ. കർത്താവ് പഠിപ്പിക്കുന്ന കാര്യം നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കുവാനാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന പദത്തിൽ ആദ്യത്തെ കാര്യം ക്ഷമിക്കപ്പെടുവാണ്, മറ്റുള്ളവനെ ക്ഷമിക്കുക. അതിനൊരു മനസ്സ് നമ്മളിൽ ഒരുക്കണം. ഹല്ലേലൂയ. ഒരുക്കുമോ? ആമേൻ. അങ്ങനെ നമ്മൾ പറയും, ഞാൻ കള്ളു കുടിക്കുന്നില്ല, ഞാൻ സ്മോക്ക് ചെയ്യുന്നില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ചീത്ത പറയുന്നില്ല, ഞാൻ അഡൾട്ടറി ചെയ്യുന്നില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ, ഞാൻ ചീത്ത പറയുന്നില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയ പാവം കിടക്കുന്ന ഇതാ, ഫോർഗീവ്നെസ്, അൺഫോർഗറ്റബിൾ ആണ് കിടക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് മറ്റുള്ളവനെ ക്ഷമിക്കാത്തത്, നമ്മൾ മറ്റൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ഇത് ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തില്ല എന്നുള്ള കാര്യം മറന്നു പോകല്ല. ദൈവ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ക്ഷമിക്കേണ്ടതിന് ക്ഷമിച്ച്, മറക്കേണ്ടത് മറന്ന്, അതിനെ എംബ്രേസ് ചെയ്ത് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുന്നു എന്നുള്ള കാര്യം ഇന്ന് പകൽ വെളിമാമനെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ശുശ്രൂഷിക്കുവാൻ ആർക്കും പറ്റെങ്കിലും, ശുശ്രൂഷയിൽ ആർക്ക് വേണമെങ്കിൽ നിൽക്കാനും പറ്റെങ്കിലും, ആർക്ക് വേണമെങ്കിൽ വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ പറ്റെങ്കിലും, അകത്ത് ഉള്ളം മറ്റുള്ളവനെ ക്ഷമിക്കുന്നില്ലെങ്കിൽ ആ ശുശ്രൂഷയല്ല. അവിടെ ആരാധന അല്ല. ആമേൻ. അത് നമ്മൾ ഇവിടെ കിടന്ന് നമ്മൾ എത്ര വിളിച്ചു പറഞ്ഞാലും ആമേൻ, അത് കൺസിഡറബിളേ അല്ല. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷ ഒന്ന് വെളിപ്പെടണമെങ്കിൽ, നമ്മുടെ ശുശ്രൂഷയിൽ ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ, വചനം ആഴത്തിലേറെ വെളിപ്പെടണമെങ്കിൽ ഇന്ന് പകൽ നമ്മൾ ക്ഷമിക്കേണ്ടതിനെ ചിലതിനെ ക്ഷമിക്കുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നീ ക്ഷമ ചോദിച്ചു വേണം. കർത്താവ് യേശു ക്രിസ്തു ആമേൻ മത്തായി സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ എങ്ങനെ പറയുന്ന, 6-ാം അധ്യായത്തിൽ 6-5 എങ്ങനെ പറയുന്നു, നിന്റെ പ്രാർത്ഥന രഹസ്യത്തിലുള്ള പ്രാർത്ഥന ആയിരിക്കണമെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ പ്രാർത്ഥന എന്തോ ആയിരിക്കണം? രഹസ്യത്തിലുള്ള പ്രാർത്ഥന ആയിരിക്കണം. ആമേൻ. അത് പിതാവിനോടുള്ള പ്രാർത്ഥനയാ, അല്ലേ? ഡോർ ലോക്ക് ചെയ്ത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, അല്ലേ? പേഴ്സണൽ പ്രാർത്ഥന എന്ന് പറയും. അതിനർത്ഥം പുത്രൻ പിതാവും
പുത്രനുമായിട്ടുള്ള അല്ലെങ്കിൽ മകളുമായിട്ടുള്ള ഒരു പ്രാർത്ഥന, കമ്മ്യൂണിക്കേഷൻ, ഡോർ ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് പറയാൻ പറ്റാത്ത പല കാര്യങ്ങൾ മൂന്നാമതൊരു പേഴ്സൺ പ്രസന്റ് ആയിരിക്കുമ്പോൾ, നമുക്ക് പറയാൻ പറ്റാത്ത പല വിഷയങ്ങൾ വരുമ്പോൾ, സ്വർഗത്തിൽ ഇത് വാതിൽ അടച്ചിട്ട് നമ്മുടെ പിതാവുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പിതാവിനോട് പറഞ്ഞു കഴിയുമ്പോൾ ആ പിതാവ് നമ്മുടെ പാവങ്ങളെ ക്ഷമിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവൻ ക്ഷമിക്കും. നമ്മുടെ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ക്ഷമിക്കുവാനാ. അത് കുടുംബ ജീവിതത്തിലായിക്കൊള്ളട്ടെ, അത് ആത്മീയ ജീവിതത്തിലായിക്കൊള്ളട്ടെ, അത് ഭൗതിക ജീവിതത്തിലായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതം ക്ഷമിക്കുവാനാ പഠിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ ദ്രോഹിക്കുന്നവരെ തിരിച്ചു ദ്രോഹിക്കുവാനല്ല സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. ഞാനൊരു ദേവദാസനാണെങ്കിൽ ഞാൻ അത് തിരിച്ച് ഞാൻ അവരെങ്ങനെ ചെയ്യുന്നു അതുപോലെ ഞാൻ തിരിച്ചു ചെയ്താൽ ഞാൻ ദൈവത്തിന് പൈതലല്ല. എന്റെ ശുശ്രൂഷ എനിക്ക് ശുശ്രൂഷിക്കുവാൻ ഒരു യോഗ്യതയുമില്ല ഇവിടെ നിൽക്കാൻ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. എന്റെ ഹൃദയത്തിന്റെ അകത്ത് മുഴുവനും ദേഷ്യം, വെറുപ്പെങ്കിൽ അത് വെച്ചോണ്ട് എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റുകയില്ല. അത് വെച്ചോണ്ട് എനിക്ക് സംസാരിക്കുവാൻ പറ്റുകയില്ല. ചിലപ്പോൾ ഞാൻ സംസാരിച്ചെങ്കിലും മുന്നിലിരിക്കുന്ന കോടി ജനങ്ങൾ ചിലപ്പോൾ അത് ഏറ്റെടുക്കുന്നെങ്കിലും അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടത്തില്ല. ദൈവ മഹത്വം വെളിപ്പെടണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിനെ നമ്മൾ കഴുകുമാറാകണം. ഹല്ലേലൂയ. നമ്മൾ രക്തത്തിൽ മുദ്രയിട്ട് കഴുകുമാറാകണം. എന്ന് കഴുകുവാൻ തുടങ്ങുന്നു, എന്നീ വെറുപ്പ് നമ്മളിൽ നിന്ന് മാറുന്നു, എന്നീ ദേഷ്യം നമ്മളിൽ നിന്ന് മാറുന്നു, എന്ന് നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകുന്നു, എന്ന് നമ്മൾ എംബ്രേസ് ചെയ്യുവാൻ തയ്യാറാകുന്നു, എന്നവരെ അക്സെപ്റ്റ് ചെയ്യുവാൻ തയ്യാറുന്നു, അന്ന് നിന്നെയും ദൈവം അക്സെപ്റ്റ് ചെയ്യും. ഹല്ലേലൂയ. ദൈവം അക്സെപ്റ്റ് ചെയ്യുവാത്ത ദൈവമല്ല. ആമേൻ. ദൈവം നമ്മളെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം അവരെ അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുവാൻ തയ്യാറല്ലെങ്കിൽ ദൈവം നമ്മളെയും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ അവരോട് മിണ്ടുന്നില്ലെങ്കിൽ ദൈവം നമ്മളോടും മിണ്ടത്തില്ല. നമ്മൾ അവരോട് ഇടപെടുന്നില്ലെങ്കിൽ ദൈവം നമ്മളോടും ഇടപെടത്തില്ല. ദൈവം നമ്മൾ അവരെ കൈ കൊടുക്കുന്ന താങ്ങുന്നില്ലെങ്കിൽ ദൈവം നമുക്കും കൈ താങ്ങി തരത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ സർവശക്തനായ യഹോവയായ ദൈവം ക്ഷമിക്കണമെങ്കിൽ നമ്മുടെ കണക്ക്. അപ്പൊ അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു തന്റെ പ്രാർത്ഥനയിൽ പഠിപ്പിച്ചു തന്നെ ആമേൻ എന്താ പറയുന്നത്? Forgive our sins as we forgive their sins. ഹല്ലേലൂയ. ഞങ്ങളുടെ പാവങ്ങളെ ക്ഷമിക്കണമേ എന്ന് ആദ്യം പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പറയുന്ന പദം എന്തുവാ? ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ. ആമേൻ. Forgive others. ആമേൻ. അല്ലേ? ആമേൻ, ആമേൻ. അപ്പൊ കണ്ണിന്റെ പകരം കണ്ണ് വെക്കില്ലേ? നമ്മൾ ടിറ്റ് ഫോർ ടാറ്റ് ഉള്ള ബിഹേവിയർ മാറ്റി, ക്യാരക്ടർ മാറ്റി, ദൈവത്തിന്റെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നവരാണെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടി ഇത് ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റബിൾ ആയിട്ടുള്ള ഹൃദയമാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും ആരാധന വെളിപ്പെടുന്നില്ലെങ്കിൽ, പലപ്പോഴും വർഷിപ്പ് വെളിപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ പറയും, കർത്താവ് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിച്ചത് എത്ര തയ്യാറെടുത്ത് വന്നിരുന്നാലും നമ്മൾ അകത്തൊരു ദേഷ്യമുണ്ടെങ്കിൽ, അകത്തൊരു വെറുപ്പുണ്ടെങ്കിൽ, ഈർഷ്യ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് പ്രാർത്ഥന ഇനി എത്ര ഇവിടെ അലറിയെന്ന് പറഞ്ഞാൽ, എത്ര ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്തെന്ന് പറഞ്ഞാൽ, എത്ര പാട്ടുകൾ പ്ലേ ചെയ്തെന്ന് പറഞ്ഞാൽ, എത്ര അന്യഭാഷയിൽ ആരാധിച്ചാലും അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയില്ല. ഹല്ലേലൂയ, ആമേൻ. അവിടെ ദൈവപ്രവൃത്തി, ദൈവ സാന്നിധ്യത്വമേ ഇല്ല. കർത്താവ് വെറുപ്പിന്റെ ആമേൻ. He is not a God of hate. He is a God of love in Jesus name. ആമേൻ. ദൈവം ഹേറ്റിന്റെ ദൈവമല്ല. ആമേൻ. അവ സ്നേഹത്തിന്റെ ദൈവമാണ്. ആമേൻ. സ്നേഹമുണ്ടെങ്കിൽ ക്ഷമയുണ്ട്. സ്നേഹമുണ്ടെങ്കിൽ അവിടെ സന്തോഷമുണ്ട്. സ്നേഹമുണ്ടെങ്കിൽ സമാധാനമുണ്ട്. സ്നേഹമുണ്ടെങ്കിൽ അനുഗ്രഹമുണ്ട്. സ്നേഹമുണ്ടെങ്കിൽ താങ്ങും തണലുമുണ്ട്. സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നീ മറ്റുള്ളവനോട് ക്ഷമിക്കുവാൻ നിനക്ക് പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം മറന്നു പോകല്ല. ഹല്ലേലൂയ, ആമേൻ. പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കും, എടാ ഇവനത്തെ എന്നോട് ഇങ്ങനെ ചെയ്തത്. ചിലപ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ ഇന്റൻഷൻ നമ്മൾ അറിയാതെ ആ വ്യക്തിയോട് നമ്മൾ നാരാസ് होने का बहुत सारा चांसेस है. आमेन. हालेलुया.
ആ വ്യക്തി ഒരിക്കലും നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ. അത് നിങ്ങളെ ട്രെയിൻ ചെയ്യുക. ഹല്ലേലൂയ. ആ നല്ല ഒരു ഭാഗം എടുക്കാതെ നമ്മുടെ അകത്ത് പിശാച് കൊണ്ടുവന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയെ ഫോർഗീവ് ചെയ്യാൻ പറ്റത്തില്ല. നീ ആ വ്യക്തിനെ എത്രമാത്രം നീ സോറി എന്ന് പറഞ്ഞാലും ആ വ്യക്തിക്ക് ഫോർഗീവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആ വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ റൈറ്റ് പേഴ്സൺ ആണെങ്കിൽ ചിന്തിക്കുന്ന വ്യക്തിയെങ്കിൽ, ഞാൻ ശരിയായെന്ന വ്യക്തി ചിന്തിക്കുന്നെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾ ക്ഷമിക്കണ്ട. പക്ഷെ നിങ്ങൾ ശരിയാണെങ്കിൽ മാത്രമേ, ആമേൻ, ദ പോയിന്റ് ഈസ് നമ്മൾ റൈറ്റ് എങ്കിൽ മാത്രമേ, നമ്മൾ റൈച്ചസ് എങ്കിൽ മാത്രമേ, നമ്മൾ പാപം ചെയ്യത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പറയുവാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. എന്നിരുന്നാലും എത്ര വിശുദ്ധന്മാരായ യോസെഫ് തൻ്റെ സഹോദരന്മാരോട് ക്ഷമിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ മാനിച്ചു. ഹല്ലേലൂയ. ആമേൻ. വേണമെങ്കിൽ യോസെഫിനും കണക്കെടുത്ത് പറയാമായിരുന്നു. യോസെഫ് തൻ്റെ സഹോദരന്മാരെ കണ്ടപ്പോൾ അവൻ 2 കൈയും നീട്ടി അവരെ സ്വാഗതം ചെയ്തു. ആമേൻ. മുടിയനായ പുത്രനെ കർത്താവ് ആ പിതാവ് അവൻ ചെയ്ത കാര്യങ്ങൾ ഒന്നും ആലോചിക്കാതെ അവൻ ഇതെല്ലാം വിട്ടിട്ട് അവൻ തിരിച്ചു മടങ്ങി വന്നപ്പോൾ അവൻ എംബ്രേസ് ചെയ്തു. ഹല്ലേലൂയ. നമ്മളെ ക്ഷമിക്കേണ്ട വ്യക്തി നമ്മളോട് ക്ഷമിക്കണം. ഹല്ലേലൂയ. അത് ഇളയവരായിക്കൊള്ളട്ടെ, വലിയവരായിക്കൊള്ളട്ടെ, നമ്മുടെ കുഞ്ഞു സഹോദരന്മാരായിക്കൊള്ളട്ടെ, ചാച്ചക്കർ ആരുമായിക്കൊള്ളട്ടെ, നമ്മളോടൊരു സോറി ഒരാൾ പറഞ്ഞാൽ അവരോട് ക്ഷമിച്ചിരിക്കണം. ഹല്ലേലൂയ. ക്ഷമിക്കുവാൻ സ്വർഗം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നീ എന്നിരുന്നാലും സോറി പറഞ്ഞില്ലെങ്കിലും മനസ്സോട് അവരെ ക്ഷമിച്ചോണം. ഹല്ലേലൂയ. അവരെ വെറുത്ത് ഇന്നത്തെ ഒരു സമയം വെച്ച് നോക്കി കഴിയുമ്പോൾ അവരെ വെറുക്കുന്നെങ്കിൽ നമ്മൾ അവരെ വെറുക്കും. ഹല്ലേലൂയ. നമ്മളെ അവിടെ ആരും സ്നേഹിച്ചില്ലെങ്കിൽ നമ്മൾ അവരെ സ്നേഹിക്കത്തില്ല. നമ്മൾ ആരോട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ റിപ്പീറ്റഡ് ആയിട്ട് സംസാരിക്കാൻ പോകും. നമുക്ക് ദേഷ്യം, കോപം, ഈർഷ്യ നമ്മുടെ ഉള്ളിൽ കിടക്കുക. ഹല്ലേലൂയ. ആമേൻ. ആസ് ഐ ഓൾവേസ് സേസ്, നമുക്കൊരു നല്ല സ്പീക്കർ ആകണമെങ്കിൽ നല്ലൊരു ലിസണർ ആകണം. ഈ ലിസണർ ആകണമെങ്കിൽ ആദ്യം ഫോർഗീവ്നെസ് നമ്മുടെ ഹൃദയത്തിൽ വരണം. Amen. The day when the forgiveness will come in your heart, the day when you will forgive others, the Lord Jesus Christ is saying, I will forgive your sins, my son and daughter, in Jesus name. നീ ക്ഷമിക്കുന്നെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമിക്കും. Hallelujah. 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 മനുഷ്യർ നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ചില്ലെങ്കിൽ മനുഷ്യർ നമ്മുടെ പാവങ്ങളെ ക്ഷമിക്കത്തില്ല. മനുഷ്യർ ഒരിക്കലും ക്ഷമിക്കത്തില്ല. മനുഷ്യർ പറയും, നീ എന്നോട് ചെയ്തില്ലെങ്കിൽ അത് ഓർത്തോണ്ട്, നീ അതൊന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ ഫോൺ ആ വ്യക്തിയോട് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ ഒന്നും എടുക്കത്തില്ല. ഹല്ലേലൂയ. എന്താണെന്നറിയാം? ദേഷ്യം. ആമേ. എന്തൊരു ദേഷ്യം അറിയത്തില്ല. പക്ഷെ എന്തായിരുന്നാലും പിശാച് ഒരു ദേഷ്യം കൊണ്ടിട്ടു. ഹല്ലേലൂയ. ആ ദേഷ്യത്തെ ജയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുന്ന ഓരോ വ്യക്തികളും, അത് മൂത്തവരും വലിയവരും ചെറുതവരും കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഒന്നുമില്ല, നമ്മൾ ക്ഷമിക്കേണ്ടതിനെ ക്ഷമിച്ചു കഴിയുമ്പോൾ, നമ്മൾ വിടേണ്ടതിനെ വിട്ടു കഴിയുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഈ സഭയുടെ അകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. ഈ സഭയുടെ അകത്ത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. നമ്മളെ വിട്ടുകൊണ്ട് മാത്രം പല കാര്യങ്ങളൊന്നും ചെയ്തുകൊണ്ട് മാത്രമായിട്ടില്ല. നമുക്ക് ക്ഷമിക്കുവാൻ പറ്റുന്നില്ലേ, നമുക്ക് ഫോർഗെറ്റ് ചെയ്യുവാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളോട് ദൈവം അതുപോലെ തന്നെ ചെയ്യുകയുള്ളൂ. ഹല്ലേലൂയ. നീ മറ്റുള്ളവരുടെ ക്ഷമ കേൾക്കുന്നില്ലെങ്കിൽ, മറ്റുള്ളവരുടെ സോറി നമ്മൾ കേൾക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, നിന്റെ സോറി കേൾക്കുവാൻ ദൈവം തയ്യാറാകത്തില്ല. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം നമ്മുടെ പാവങ്ങളെ കേട്ട് നമ്മൾ ക്ഷമിക്കണമെങ്കിൽ ദൈവം ആദ്യം നിന്നോട് ചെയ്ത ഒരു പാവം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നോട് ചെയ്ത ഒരു പാവം ഉണ്ടെങ്കിൽ, നമ്മളോട് ആരെങ്കിലും ഒരു പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി വന്ന് സോറി പറഞ്ഞു കഴിയുമ്പോൾ അവരെ കേട്ട് അവരെ ഫോർഗീവ് ചെയ്ത് പിന്നെ എംബ്രേസ് ചെയ്യുമ്പോൾ നിന്റെ പാവങ്ങളെ ദൈവം ക്ഷമിച്ച് നിന്നെ എംബ്രേസ് ചെയ്യും. ആമേൻ. The moment when you embrace them, the Lord Jesus Christ is embracing you. The Lord Jesus Christ is accepting you because you accepted that person. Hallelujah. Hallelujah. ഈ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ ക്ഷമിക്കുവാൻ പഠിക്കണം. ഹല്ലേലൂയ. ആമേൻ. ദാവീദിനെ ദ്രോഹിച്ചവർ ക്ഷമിച്ചു. കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ
ആമേൻ. കർത്താവ് പിതാവാൻ ദൈവത്തോട് പറയുന്ന ഒരു കാര്യം, ആമേൻ, പിതാവേ ഇവർ ചെയ്യുന്നത് ഇവരറിയുന്നില്ല. ഹല്ലേലൂയ. അവന്റെ ആമേൻ അന്ത്യശ്വാസം, കർത്താവിന്റെ അവസാനത്തെ ശ്വാസത്തിന്റെ ആമേൻ കർത്താവ് നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. ആ ഫോർഗീവ്നെസ് നമുക്ക് തന്നത്. ഹല്ലേലൂയ. ഒരു കാര്യം പറയാമോ, ഫോർഗീവ്നെസ് എവിടെ ഉണ്ട് അവിടെ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. എവിടെ ഫോർഗീവ്നെസ് സംഭവിക്കുന്നു, ആമേൻ, പാവങ്ങൾ എവിടെ ക്ഷമിക്കപ്പെടുന്നുണ്ടോ അവിടെ ദൈവ സാന്നിധ്യം, അവിടെ സൗഖ്യം ഓട്ടോമാറ്റിക് നടക്കുമോ, അവിടെ രോഗശാന്തികളുടെ ശുശ്രൂഷകൾ വെളിപ്പെടുമോ, അവിടെ ഓട്ടോമാറ്റിക്കലി സഭയുടെ അകത്ത്, ആലയത്തിനകത്ത് വിടുതലിന്റെ ആമേ ശുശ്രൂഷകൾ അവിടെ ഓട്ടോമാറ്റിക്കലി വെളിപ്പെടുമെന്ന് ഇന്ന് നമ്മൾ മറന്നു പോകല്ലേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ തന്നെ ശോധന ചെയ്ത കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരെ ക്ഷമിച്ച് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നെങ്കിൽ ദൈവം നമ്മളെ തീർച്ചയായും നമ്മളെ ദൈവം ആമേൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മളെ അനുഗ്രഹിക്കത്തില്ലെന്നല്ല, നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിച്ചാൽ, മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്താൽ നമ്മളെ ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഈ നമ്മൾ മറന്നുപോകല. ഈ വചനത്താൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.